ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്നും അണ്ണാമലൈ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 18 മാസമായി BJP-യോട് നിരന്തര വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ പാർട്ടിക്ക് ഒരു കക്ഷിയുമായും ശത്രുതയില്ല എന്നും ഇന്ന് അണ്ണാമലൈ പറഞ്ഞു. എന്നാൽ BJP-യോട് എതിർപ്പുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പ്രകടിപ്പിക്കുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് അണ്ണാമലയുടെ ഇന്നത്തെ ഈ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനവും BJP-ക്കെതിരെയുള്ള പ്രസ്താവനകളുമൊക്കെ. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, എന്തായാലും ഈ ദ്രാവിഡ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയവുമായി അണ്ണാമലൈ വരികയാണ്. ഇനി അറിയേണ്ടത് ഏത് തരം ആദർശമാണ് അണ്ണാമലൈ പിന്തുടരുക എന്നുള്ളതാണ്. കൃത്യമായി പറയുന്നുണ്ട് BJP-ക്കെതിരെ സംസാരിക്കേണ്ട സാഹചര്യത്തിൽ അത്തരത്തിൽ സംസാരിക്കും എന്നുള്ളത്. ഇനിയുള്ള അണ്ണാമലയുടെ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും? സ്വാതി, ഏതായാലും മറ്റൊരു പാർട്ടി കൂടി തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുകയാണ്. കാരണം പൊതുവെ തമിഴ്നാട്ടിൽ 2 ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമായിരുന്നു കഴിഞ്ഞൊരു 6 പതിറ്റാണ്ട് കാലം തമിഴ്നാട്ടിൽ കണ്ടതെങ്കിൽ അതിനൊരു മാറ്റം വന്ന വർഷമാണ് 2026. അവിടെ TVK എന്ന് പറയുന്ന പുതിയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുകയും അധികാരം പിടിക്കുകയും ചെയ്തു. ആ മണ്ണിലേക്കാണ് അണ്ണാമലൈ, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, പുതിയ പാർട്ടിയുമായി വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. പകരം ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്നാണ് പ്രഖ്യാപനം. ഏതായാലും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് യുവ വോട്ടർമാരെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തമിഴ്നാട്ടിൽ പൊതുവെ BJP-യുടെ രാഷ്ട്രീയ നയങ്ങൾ വലിയ സ്വീകാര്യത തമിഴ്നാട്ടിൽ ലഭിക്കുന്നില്ല. അതൊക്കെ തന്നെ അണ്ണാമലയെ ഈ മാറ്റത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും BJP നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസവും ഇതിന് വഴിവെച്ചിട്ടുണ്ട്. അക്കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ യുവ വോട്ടർമാരെയാണ് അണ്ണാമലയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം രൂപീകരിച്ച, അല്ലെങ്കിൽ 2020-ൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഒരു വെബ്സൈറ്റ് രൂപം നൽകിയിരുന്നു, വി ദ ലീഡേഴ്സ് എന്ന പേരിൽ. അത് വീണ്ടും പുനരുജ്ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴേതായാലും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിലേക്ക് വോളണ്ടിയർമാരാകാനുള്ള ആഹ്വാനമാണ് അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. വലിയ തോതിലുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ അതിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിജയ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് തീർച്ചയായും യുവാക്കളുടെ വോട്ട് കൊണ്ടാണ്. ഒപ്പം പരമ്പരാഗത വോട്ട് ബാങ്കുകളൊക്കെ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് വിജയ് വലിയ വിജയം ഇത്തവണ നേടിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടത്തേക്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ചർച്ചകളും ഈ ഘട്ടത്തിൽ സജീവമാണ്. കാരണം BJP-ക്ക് വളരാൻ കഴിയാത്തതുകൊണ്ട് അണ്ണാമലൈ BJP-യുടെ ആശീർവാദത്തോടു കൂടി തന്നെ ഒരു രാഷ്ട്രീയ പോരിന് ഇറങ്ങുന്നു എന്ന ചർച്ചകളും മറുവശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് കണ്ടറിയേണ്ട വിഷയമാണ്, എന്തായിരിക്കും അണ്ണാമലയുടെ ഭാവി എന്നുള്ളത്. തീർച്ചയായും അണ്ണാമലൈ വ്യക്തമാക്കുന്നത് വലിയൊരു മാറ്റത്തിന് തുടക്കമിടുന്ന തൻ്റെ പുതിയ യാത്ര എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ.